എങ്ങനെയുണ്ട് ഈ ദിവസം? എങ്ങനെ പഠിച്ചിരുന്ന കാലം എങ്ങനെ ഓർക്കുന്നു? മിടുക്കനായിരുന്നു നിങ്ങൾ? അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സാധാരണ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഫാദറാണ് എന്നെ എഴുത്തിനിരുത്തിയത്. എൻ്റെ വീട്ടിൽ വെച്ചാണ് എഴുത്തിനിരുത്തിയത്. തീർച്ചയായിട്ടും ആ ഓർമ്മകൾ തിരിച്ചു വരികയാണ് ഇവിടെ ഈ കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ. അതേ ഓർമ്മകളാണ്. തീർച്ചയായിട്ടും എൻ്റെ പിതാവ് എഴുത്തിനിരുത്തിയതുകൊണ്ട് അതൊരിക്കലും മോശമാകത്തില്ലല്ലോ. എനിക്ക് അതുകൊണ്ട് തന്നെ 5 ഡിഗ്രി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ പിതാവ് എഴുത്തിനിരുത്തിയ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുമ്പോൾ തന്നെയാണ് നമ്മുടെ ഒരു മകനെ അല്ലെങ്കിൽ മകളെ അങ്ങനെ തന്നെയാണ് നമുക്കൊരു ഫീലിംഗ്. അത്രയ്ക്ക് ഒരു വാത്സല്യമാണ് ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ ദിവസം പിതാവിനെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തെ മിസ് ചെയ്യാത്തൊരു ദിവസമില്ല. പക്ഷേ ഈ ദിവസം കൂടുതൽ ഓർമ്മ വരുന്നതാണ്. കാരണം അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ ഒരു ദിവസത്തേക്ക് നടത്തിയത്. ഈ അറിവാണ് കുട്ടികളെയൊക്കെ ഈ രാഷ്ട്രീയ ബോധത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. അത്തരത്തിലൊരു പുതുതലമുറയാണ് ഇവിടുന്ന് പോകുന്നത്. അവരെ എങ്ങനെ ആശംസിക്കുന്നു? തീർച്ചയായിട്ടും അവരാണ് ഈ നാടിൻ്റെ സ്വത്ത്. അവർ ഈ നാടിന് സമ്പത്താണ്. ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനും ഈ നാട്ടിൽ തന്നെ വളർന്ന് ഈ നാടിനെ ഉയരത്തിലേക്ക് എത്തിക്കുവാനും ഇവർക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.